Thank you. Welcome to Frame Committee. And in the long time, program coordinator comes meeting കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് പേരെന്ന് പറയേണ്ടത് നാട്ടിൻ്റെ ഒരു പ്രത്യേക ഗസ്റ്റ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പി പൗലോസ്. അതായത് ഇവിടെ എത്തിക്കാൻ ഞാൻ റിമോട്ടിൽ വളരെയധികം പാടുപെട്ടു. അദ്ദേഹത്തോട് മെയിൻ സ്ട്രീറ്റ് ഏതാണെന്ന് ചോദിച്ച് പറയാൻ പാടില്ല. അവന് ഈ ഏതാണ് ചോദിച്ചിട്ട് അറിയാൻ പാടില്ല. നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉള്ളത് ഏലിയാസ് തോമസ് ഏലിയാസ്, അദ്ദേഹത്തിൻ്റെ വൈഫ് ഗ്രേസ്. ഓക്കെ, വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ പ്രോഗ്രാം ശ്രീ എ.സി. ജോർജിൻ്റെ യുദ്ധക്കെടുതികൾ എന്ന വിഷയത്തെ പറ്റി ഒരു പ്രഭാഷണമായിരിക്കും. നമ്മൾ സാധാരണ നടത്തുന്ന മീറ്റിങ്ങിൽ നിന്നും ഒരല്പം വ്യത്യസ്തമായിട്ട് പ്രസന്റ് ചെയ്യുന്നവരോട് ചോദ്യങ്ങൾ ചോദിക്കണം, ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാം. അതൊക്കെ നമ്മൾ അതിനെപ്പറ്റി നമ്മൾ സാറിൻ്റെ ഒരു കവിതയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, കൊള്ളാം, അല്പം ഒന്ന് മാറ്റിയാൽ അതിനേക്കാൾ ഭേദമാകും. ഇതൊക്കെ പറഞ്ഞു വിടുന്നതിനേക്കാളും കൂടുതൽ പ്രസന്റ് ചെയ്യുന്നവരുടെ കവിതയായിട്ട് പ്രസന്റ് ചെയ്യുന്നവരുടെ ചോദ്യങ്ങളോട് ചോദിക്കുന്ന ഒരു പരിപാടി. ഞാനതിന് പ്രത്യേകം ഒരു പേരോട് കൊടുത്തിട്ടുണ്ട്, സോഷ്യൽ ആൻഡ് ലിറ്റററി ടോക്ക്. ചുരുക്കപ്പേര് പറഞ്ഞ സോൾട്ട്, നമ്മൾ ഓർത്താൽ മതി. സോൾട്ട്, സോഷ്യൽ ആൻഡ് ലിറ്റററി ടോക്ക്. നമ്മൾ ഈ പ്രതികരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം പ്രസന്റ് ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയേണ്ട ഒരു ബാധ്യസ്ഥയുണ്ട്. അതുപോലെ ഒരാളൊരു കവിത പ്രസന്റ് ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിനും മറുപടി പറയണം. ഇതൊരു പരീക്ഷണം. പിന്നെ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ പറ്റി പറഞ്ഞാൽ പുതിയ ടെസ്റ്റ് നമ്മൾ കണ്ടതുകൊണ്ട് ഇത് 100% ഒരു സെക്കുലർ ഓർഗനൈസേഷൻ. അതുകൊണ്ടാണ് തുടക്കത്തിൽ സാഹിത്യ ഭാഷയെ പറഞ്ഞാൽ തൊഴിലുണർത്തലോ അല്ലെങ്കിൽ മൗന പ്രാർത്ഥനകളോ അഭിനയിക്കുന്ന പ്രാർത്ഥനകളോ ഇതൊന്നുമില്ല. നമ്മുടെ വിഷയത്തിലേക്ക് നേരെ കിടക്കും. പിന്നെ ഇത് 35-36 വർഷം പഴക്കമുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഒരു മാസം മീറ്റിംഗ് മുടങ്ങിയിട്ടില്ല. ഇത് വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് നമ്മുടെ പൊളിറ്റിക്കൽ അഭിപ്രായം എന്തുവായിക്കൊള്ളട്ടെ, റിലീജിയസ് അഭിപ്രായം എന്തുവായിക്കൊള്ളട്ടെ, ആർക്കും അതിൻ്റെ ഫിലോസഫി ഇവിടെ വന്ന് പ്രസൻറ്റ് ചെയ്യും. വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു സംഘടനയാണ്. അമേരിക്കയിലെ ആദ്യത്തെ സാഹിത്യ സംഘടനയാണ്. അതായത് 35-36 വർഷമായിട്ട് പ്രവർത്തിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ ഒരുത്തരുടെ കയ്യിൽ നിന്നും ഒരു പണപ്പിരിവ്, ഇതിൻ്റെ പുറത്തുള്ളവരിൽ നിന്ന് ഒരു പണപ്പിരിവ് ഇതുവരെ നടത്തിയിട്ടില്ല. പിന്നെ നടന്നു പോകുന്നതിന് ചെറിയ സംഭാവനകൾ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ തരാറുണ്ട്. അല്ലാതെ പുറത്തുനിന്ന് സാധാരണഗതിയിൽ നമ്മളൊന്നും സംഭാവന പിരിക്കാറില്ല. ഇത്രയും മാത്രമാണ് റൈറ്റേഴ്സ് ഫോറത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനിയും മറ്റു പ്രോഗ്രാം അനുസരിച്ച് ഓരോ പരിപാടികൾ നടക്കും. ബിസിനസ്സുകാരും അടുത്തതായിട്ട് നമ്മുടെ പബ്ലിഷിംഗ് കോർഡിനേറ്റർ മാത്യു നെല്ലിക്കുന്നതിനെ അടുത്ത ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വിവരങ്ങൾ തരാൻ വേണ്ടി മാത്യു നെല്ലിക്കുന്നതിനെ ക്ഷണിക്കും. കേരള റൈറ്റേഴ്സ് ഫോറം എല്ലാ വർഷവും ഓരോ പുസ്തകം ഇറക്കുന്നുണ്ട്, അനേകം സാഹിത്യകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അതിൽ 21 പുസ്തകം ഇറക്കി. ഇപ്പോൾ 22ാമത്തെ പുസ്തകത്തിന് തയ്യാറെടുപ്പ് നടത്തുകയാണ്. എല്ലാവരുടെയും രചനകൾ പ്രതീക്ഷിക്കുന്നു. ഒരു 2 മാസത്തിനുള്ളിലെ പുസ്തകം ഇറക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കുക. താങ്ക് യു. അടുത്തതായിട്ട് റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ട്രഷററുടെ റിപ്പോർട്ട് വായിക്കാൻ ശ്രമിച്ചു. പണം
പുല്ലടി അതിന് കില്ലടി എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ. $166 ഇപ്പോൾ ബാങ്കിലുള്ളത്. എൻ്റെ കൂടെ ഒരു ചെക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് $50. അതാണ് ഇപ്പോഴത്തെ സാമ്പത്തിക നിലവാരം. സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സംസാരിക്കാനുള്ള ബിസിനസ്സായിട്ട് പരമായിട്ട് ആർക്കെങ്കിലും സംസാരിക്കാനുള്ള അവസരമാണ്. അല്ലെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാൻ അവസരം ഉണ്ടാവും. അടുത്ത മീറ്റിംഗ് മോഡറേറ്റ് ചെയ്യാൻ വേണ്ടി താങ്ക് യു. റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ രീതി അനുസരിച്ച് ബിസിനസ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് മോഡറേറ്റർ ആണ് ബാക്കി സാഹിത്യ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇപ്പം ആദ്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടെന്ന്. ശ്രീ സെനിയുമൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടും. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സെനി. ഞാൻ വൈരമൺ സാറിൻ്റെ ഒരു ലോഞ്ച് ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ കാൻഡിഡേറ്റായിട്ട് അദ്ദേഹം നിൽക്കുന്നതിനെ പറ്റി പറയാനൊരു ഫോറത്തിൽ ഞങ്ങളെ വിളിച്ചിരുന്നു. അന്ന് യാദൃച്ഛികമായിട്ട് ബാത്റൂമിൽ വെച്ച് ഞാൻ പറഞ്ഞു, ഇതുപോലെ സാറിനെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാം, എൻ്റെ ഒരു ചാനലിൽ കൂടെ സാറിനെ ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ. സാറ് തികച്ചും 100% ഇതിൽ തന്നെ എന്നോട് പറഞ്ഞു, യെസ്, താങ്കളെ പറ്റി എന്തെങ്കിലും നമ്പറോ വല്ലതും ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞു. ഞാൻ എൻ്റെ കാർഡ് കൊടുത്തു. അങ്ങനെ സാറുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ സാർ ആദ്യം പറഞ്ഞത്, ഞാൻ ഹ്യൂസ്റ്റണിലെ ഒരു പുതിയ ആളാണ്. സാറ് ISROയിൽ അബ്ദുൾ കലാമിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അമേരിക്കയിൽ എയറോസ്പേസ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു. ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, സാറിന് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തികച്ചും ഞാൻ അമേരിക്കയെ കണ്ടുമുട്ടിയതിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഓൾമോസ്റ്റ് ലൈക്ക് വെരി ഒരു നമ്മൾ സാമർഥ്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലാസ്മേറ്റ്സ് 100 മേടിക്കുന്ന പിള്ളേരെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം SSLCക്കും പ്രീഡിഗ്രിക്കും കണക്കിന് 100 കേരളത്തിലെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടുന്നതിൽ തന്നെ റാങ്ക് 4th 5th റാങ്കായിരുന്നു. അദ്ദേഹം ജോലി ചെയ്തെല്ലാം വളരെ സക്സസ്ഫുള്ളാണ്. അദ്ദേഹത്തിൻ്റെ മക്കളെ പറ്റി പറഞ്ഞാൽ 2 ആൺമക്കളും വാൽഡക്ടോറിയനായിരുന്നു സ്കൂളിലെ. അങ്ങനെയുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ വൈഫ് അതുപോലെ തന്നെ ഈക്വലി സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഇവിടെ ഇൻ്റർവ്യൂ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സാറ് നമ്മളെ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ് അദ്ദേഹം എഴുതിയൊരു പുസ്തകവും നമുക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സെനിയുമൻ. അടുത്തതായിട്ട് ശ്രീ AC ജോർജിൻ്റെ പ്രഭാഷണമാണ് യുദ്ധക്കെടുതികളുള്ള വിഷയത്തെപ്പറ്റി. അത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് അതിനെപ്പറ്റിയുള്ള ഡിസ്കഷനും ചോദ്യോത്തരങ്ങളും കഴിഞ്ഞ് പുസ്തക പ്രകാശനം ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ശ്രീ AC ജോർജിനെ പ്രഭാഷണത്തിന് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സാഹിത്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രബുദ്ധരായ മലയാളി സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയ ഡോക്ടർ ഏലിയാസ്, ഡോക്ടർ തോമസ് ഏലിയാസ്, ഡോക്ടർ ഗ്രേസി ഏലിയാസ് അല്ലേ, ഡോക്ടർ ഗ്രേസി ഏലിയാസ്, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ തന്നെ ഒരു വ്യക്തി 3-4 വർഷമായി ഞങ്ങൾ കണ്ടിട്ട്, മിസ്റ്റർ പൗലോസ് സാറ് കോതമംഗലം. അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. നമുക്ക്
നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ ഏതാനും ചില ശിഥിലമായ ചിന്തകൾ മാത്രമേ ഈ അവസരത്തിൽ ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം പെട്ടെന്ന് ചാടി ഓരോ വിഷയത്തിൽ നിന്ന് യുദ്ധത്തിൻ്റെ ഓരോ കെടുതികളെ പറ്റി ചാടാൻ ഒരു ഹെലികോപ്റ്റർ റൈഡ് എങ്ങനെയാണോ ആകാശത്ത് നിന്ന് നമ്മൾ വീക്ഷിക്കുന്നത് എന്ന രീതിയിൽ വീക്ഷിച്ച് പോവുകയാണ്. പ്രത്യേകിച്ച് അതിന് അടുക്കും ചിട്ടയും ഒന്നും കണ്ടെന്നിരിക്കില്ല. അതിലെ തെറ്റുകൾ കുറ്റങ്ങൾ നിങ്ങൾ സദയം ക്ഷമിക്കണം. അതേമാതിരി ഞാനിന്ന് ഇവിടെ എൻ്റെ അഭിപ്രായങ്ങൾ ഒരിക്കലും ഒരു ഇരുമ്പുലക്ക അല്ല. ആർക്കും അതിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഒപ്പം തന്നെ ഞാൻ ഇവിടെ സംസാരിക്കുന്ന ഒരു മതത്തിൻ്റെയോ ഒരു രാഷ്ട്രത്തിൻ്റെയോ ഒരു പൗരൻ പ്രത്യേക എന്നുള്ള നിലയിലല്ല, ഒരു സ്വതന്ത്ര ചിന്തകൻ, ലോകത്തിലെ ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യൻ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന സാധാരണക്കാരനാണ്. അത് ഇന്ത്യനാകാം, അമേരിക്കനാകാം, ഇറാഖിയാകാം, ഇറാനിയാകാം, ആരുമാകാം. ഒരു സാധാരണ പച്ചയായ ഒരു മനുഷ്യൻ യുദ്ധത്തെ എങ്ങനെ നോക്കി കാണുന്നു, ആ രീതിയിലാണ് ഞാൻ എൻ്റെ സ്വതന്ത്രമായ വീക്ഷണം ഇന്ന് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 2-3 മാസം മുൻപാണ്, അല്ല ഒരു മാസം ഓർക്കുന്നില്ല ശരിയായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഹൗസിംഗ് കോംപ്ലക്സിൽ നമ്മൾ നടക്കാനൊക്കെ പോകുമല്ലോ, ഒരു വൈകുന്നേരം നടക്കാൻ പോയി. നടക്കുകയായിരുന്നു. വല്ലപ്പോഴും ഒക്കെ നടക്കും, ആരോഗ്യത്തിന് ഒക്കെ നടക്കുന്നത് നല്ലതാണല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോൾ നടക്കുന്ന അവസരത്തിൽ നമ്മളെ ഒരു മലയാളി പ്രമുഖൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ നടക്കാനിടയായി. ഒരു അധികം പ്രായമില്ല, മധ്യവയസ്കനായ ഒരു മലയാളി പ്രമുഖൻ. എന്ത് കാര്യത്തെ പറ്റിയും അഭിപ്രായങ്ങളുണ്ട്. എപ്പോഴും നമ്മളോട് തർക്കിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ തർക്കിക്കുന്ന ഒരു സ്വഭാവമുള്ള പ്രമുഖനായ ഒരു മലയാളി പ്രവർത്തകൻ, സാഹിത്യ സാംസ്കാരിക രംഗത്ത് പ്രബലനാണെന്നാണ് പുള്ളിയുടെ പക്ഷം. അപ്പോൾ എന്തുമായിക്കോട്ടെ ഞാൻ നടക്കുവാനിടയായി. അപ്പോൾ പുള്ളിക്ക് എപ്പോഴും പുള്ളി ഒരു ജോളി ടൈപ്പാണ്, വളരെ ജോളി. അദ്ദേഹത്തിൻ്റെ നല്ല വീടാണ്, സാമ്പത്തികമായ ഒരു ഭദ്രതയുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ അദ്ദേഹം നല്ല മനോഹരമായ വീട് ഹ്യൂസ്റ്റണിൽ. അപ്പോൾ ആ വീടിൽ സാധാരണഗതിയിൽ വൈകുന്നേരമാകുമ്പോൾ, നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു പക്ഷത്തുള്ള ഗരാജ് ഒന്ന് തുറന്നിടും. വിശാലമായ ഗരാജ്, ഏതാണ്ട് 4 വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന ഒരു ഗരാജ് തുറന്നിടും. അദ്ദേഹം പാർട്ടി പ്രിയനാണ്. അദ്ദേഹം പാർട്ടി നടത്തും, അതിനകത്ത് വെച്ച് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ പാർട്ടി നടത്തുന്ന അവസരത്തിൽ ഒരുപക്ഷെ കുറച്ച് അയൽവക്കക്കാർ കാണും. അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിൽപ്പെട്ട കുറേ വ്യക്തികൾ സാധാരണ സംബന്ധിക്കാറുണ്ട്. അതിനകത്ത് ആണുകൾ കാണും, പെൺകുട്ടികൾ കാണും, എല്ലാവരും കാണും. ഓക്കെ, അന്ന് നടക്കുന്ന അവസരത്തിൽ അവിടെ ഒരു വൻ പാർട്ടി, ഒരു ബാർബിക്യൂ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സാധാരണഗതിയിൽ നമ്മുടെ ഈ സൂപ്പർ ബോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഫുട്ബോൾ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ വീക്ഷിക്കാറുണ്ടല്ലോ, കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി ഒക്കെ വീക്ഷിക്കാറുണ്ടല്ലോ. അല്ലെങ്കിൽ ക്യാമ്പയിൻ നടക്കുമ്പോൾ അവസരത്തിൽ വിക്ടറിക്ക് വേണ്ടി ചിലവർ കൂടും, സന്തോഷിക്കും. അപ്പോൾ വോട്ടിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് കൈകൊട്ടി അവർ അതേ രീതിയിൽ ഇവിടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാർബിക്യൂ കടിച്ച് പറിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും. ചിക്കൻ കടിച്ചു പറിക്കുന്നുണ്ട്, പന്നിയിറച്ചി കടിച്ചു പറിക്കുന്നുണ്ട്, എല്ലാം കടിച്ചു പറിച്ച് സന്തോഷിച്ച് കൈകൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ കാണുന്നത്? അവർ കാണുന്നത് സത്യത്തിൽ സൂപ്പർ ബോളല്ല. അവർ കാണുന്നത് യുദ്ധത്തിൻ്റെ മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നത്, യുദ്ധത്തിൻ്റെ ബോംബുകൾ സാധാരണക്കാരുടെ തലയിൽ വർഷിക്കുന്നത് കാണുകയാണ്. കൈകൊട്ടി അത് ആസ്വദിക്കുകയാണ്. അത് ഏത് രാജ്യത്തുമായിക്കോട്ടെ, അവിടെ കുഞ്ഞു കുട്ടി പരാധീനക്കാരായ ആൾക്കാരുടെ തലയിൽ ബോംബുകൾ വീഴുകയാണ്. അവിടെ ചത്ത് ജനം പിടയുകയാണ്. രക്തത്തിൻ്റെ തോര പറയുന്ന പെരുമഴ അവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ മലയാളിയായ പ്രമുഖൻ ആസ്വദിക്കുകയാണ്. അത് കണ്ട് നൈസ് ഇനിയും വേണം, വർഷിക്കട്ടെ അവിടെ. അത് അവിടെയാണ് പാലങ്ങള്, തുരങ്കങ്ങള്, കെട്ടിടങ്ങള്, ഫ്ലാറ്റുകള് എല്ലാം തകർന്നടിഞ്ഞ് വീഴുകയാണ്. അവിടെ അതിൻ്റെ ചുവട്ടിൽ മരിച്ചു വീഴുന്നത് പച്ച മാംസം പിടയുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെയാണ് മരിച്ചു വീഴുകയാണ്. അത് നമ്മൾ കേട്ടിട്ടുണ്ടാകും ചില അവസരത്തിൽ. അവിടെ 50 പേര് ആ യുദ്ധത്തിൽ മരിച്ചു, അല്ലെങ്കിൽ ചിലയിടത്ത് പറയും 50,000 മരിച്ചു. അപ്പോൾ ഇദ്ദേഹം കൈകൊട്ടി ആർത്തിച്ചിരിക്കുകയാണ്, കാരണം ആസ്വദിക്കുകയാണ്. അത് ഞാനിത് പറഞ്ഞു വരുന്നത് യുദ്ധത്തെ, കെടുതികളെ പറ്റി ദുഃഖിക്കുന്നതിൽ വരും ആസ്വദിക്കുന്ന ഒരു ജനം നമ്മുടെ മുമ്പിൽ സാംസ്കാരിക രംഗത്ത് ഏതിനും എന്തിനും കയറി അഭിപ്രായം പറയുന്ന ആൾക്കാരും ഉണ്ട് എന്ന് പറയാനാണ്. അതായത് ഞാനിതിനെ പറ്റി സംസാരിക്കുമ്പോൾ അമ്മയെ തല്ലിയാലും 2 അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടല്ലോ, എന്തിനും ഏതിനും അഭിപ്രായങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത് അഭിപ്രായം ഓരോരുത്തരുടെ. പിന്നീട് യുദ്ധത്തെ പറ്റി ഒക്കെ നമ്മൾ ധാരാളമായിട്ട് കേട്ടിരിക്കും. പക്ഷേ യുദ്ധമുഖത്ത്, പണ്ടൊക്കെ യുദ്ധമുഖത്ത് നിന്ന് മാധ്യമപ്രവർത്തകരെ, TV-ക്കാര് സംപ്രേഷണം ചെയ്യുമായിരുന്നു കാര്യങ്ങൾ. ഇപ്പോൾ യുദ്ധമുഖത്ത് നിന്ന് സംപ്രേഷണം ചെയ്ത് കുറവാണ്. അധികപക്ഷവും എന്തെങ്കിലും ഒരു TV-യിൽ യുദ്ധമുഖം എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള കൂടെ പിക്ചർ എല്ലാം വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന പ്രക്ഷേപണങ്ങളെ, യുദ്ധമുഖത്ത് നിന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, ഇപ്പം ഇവിടെ ധാരാളം മാധ്യമങ്ങൾ, മലയാള മാധ്യമങ്ങളുണ്ട്. അവർ എത്ര പേര് യുദ്ധമുഖത്ത് നിന്ന് പോയി ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? വളരെ ചുരുക്കം. കാരണം അവർക്ക് ഭയമാണ് ഏത് സമയത്താണ് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് അവർ ജയിലിൽ പോകുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് അവരുടെ തലയിൽ ബോംബ് വീഴുന്നത് എന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് ഭയമാണ്. അപ്പോ ഈ പിന്നീട് നമുക്ക് യുദ്ധമുഖത്ത് നിന്ന് കിട്ടുന്ന വാർത്തകൾ കൂടുതൽ, ഒരിക്കലും എല്ലാം വിശ്വസനീയമല്ല. നമുക്കറിയാമല്ലോ, പല അവസരത്തിലും ദ വിന്നിങ് പാർട്ടി, ദ വലിയ പാർട്ടിയിൽ നിന്ന് അവർ കൊടുത്തുവിടുന്ന വാർത്തകളാണ് നമുക്ക് കൂടുതലും ലഭ്യമാകുക. തോൽവി, അതായത് തോറ്റുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ, തോറ്റു നിൽക്കുന്ന വിഭാഗത്തിൽ നിന്നുള്ള വാർത്തകൾ, അടിച്ചമർത്തപ്പെടുന്നവരുടെ വാർത്തകൾ ചുരുക്കമായിട്ടേ കേൾക്കാൻ സാധ്യതയുള്ളൂ. ദ വിന്നിങ് പാർട്ടി അവരുടെ വാർത്തകളാണ് നമ്മൾ ഡൈജസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് വേറൊന്നുണ്ട്, നമ്മൾ സാധാരണക്കാരായ മനുഷ്യൻ, ആൾക്കാർ എപ്പോഴും നമ്മുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യണം. അവർ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നൊന്നല്ല, അല്ലെങ്കിൽ നമ്മുടെ വർഗത്തെ, നമ്മുടെ മതത്തെ, യുദ്ധം എന്തുമായിക്കോട്ടെ, യുദ്ധത്തിന് ജസ്റ്റിഫൈഡ് ആയിക്കോട്ടെ അൺജസ്റ്റിഫൈഡ് ആയിക്കോട്ടെ, നമ്മുടെ ഭാഗം മാത്രമേ നമ്മൾ ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ സാധാരണക്കാരൻ പറയാൻ പാടുള്ളൂ, അതിനെപ്പറ്റി വിശകലനം ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ വ്യക്തി ജയിൽ അറയ്ക്കുള്ളിലായി പോകും, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തല കണ്ടു എന്നിരിക്കില്ല. അതായത് രാഷ്ട്രത്തിന്റെ തലവന്മാര്, യുദ്ധത്തിൽ വിന്നിങ് ചോപ്പ് അവരെ അനുകൂലമായ വാർത്തകളെ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ യുദ്ധത്തിനെതിരായിട്ട് സമരങ്ങള് ക്യാമ്പസുകളിൽ, പണ്ടൊക്കെ കൂടുതലായിട്ട് ക്യാമ്പസുകൾ, പ്രത്യേകിച്ച് ഇവിടെ ബോസ്റ്റണിലെ ഒക്കെ യൂണിവേഴ്സിറ്റി, ന്യൂയോർക്കിലെ ഒക്കെ ക്യാമ്പസുകളിൽ യുദ്ധവിരുദ്ധ പ്രക്ഷോഭണങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട് രാജ്യത്ത്. ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്ന, അതായത് യുദ്ധത്തിനെതിരായിട്ട് സംസാരിക്കുന്നവരും സമരം ചെയ്യുന്നവരും അഭിപ്രായം രേഖപ്പെടുത്തുന്നവരും ചിലപ്പോൾ അത് എവിടെയായിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ, ചിലപ്പോൾ നാട് കടത്തപ്പെടും. ഇവിടെ ജുഡീഷ്യറിയെ പറ്റി പറയുന്നത്, യുദ്ധ സമയത്ത് ജുഡീഷ്യറി എക്സിക്യൂട്ടീവിന് ഓശാന പാടിക്കൊണ്ട് ഇരിക്കണം. ജുഡീഷ്യറിയെ ഒരുപക്ഷെ നിഷ്പക്ഷമാക്കും, ഒരുപക്ഷെ സൈലന്റ് ആക്കും. അതൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ, ഞാനിപ്പോൾ നമ്മൾ ഒറിജിനലി വി ആർ ഫ്രം കേരള. അപ്പോൾ കേരളത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന ആള് കേരളീയനായിരുന്നു, യുദ്ധത്തെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ.
ഒക്കെ അതേമാതിരി സന്തോഷിക്കുന്നവരും ദുഃഖിക്കുന്നവരും ധാരാളമുണ്ട്. യുദ്ധം കാണുമ്പോൾ കരയുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഒരുപക്ഷെ പറയും എന്ന് മാത്രം, യുദ്ധത്തിന്റെ ഭീകരത, അധാർഢവം, രാക്ഷസീയത അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ കേരളീയരെ പറ്റി പറയുമ്പോൾ കേരളത്തിൽ ജീവിക്കുന്നവരുടെ യുദ്ധത്തിന്റെ ആ ഭീകരത അധികം അനുഭവിച്ചിട്ടില്ല. നമ്മൾ അതിനൊക്കെ ഒരു വില്ല് മാതിരി വളഞ്ഞു കിടക്കുന്ന ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ജനങ്ങളാണ്. യുദ്ധത്തിന്റെ കെടുതികൾ നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഒരുപക്ഷെ അവിടെ പോകുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒരുപക്ഷെ യുദ്ധത്തിന്റെ കെടുതികൾ കാശ്മീർ ഭാഗത്ത് അവിടെ ആ ഭാഗത്ത് അനുഭവിച്ചവർ ധാരാളമല്ല. കേരളത്തിൽ ഏത് യുദ്ധമാണ് നടന്നിട്ടുള്ളത്? ഒന്നുമില്ല. നമ്മൾ ഭടന്മാരെ സംഭാവന ചെയ്തിട്ടുണ്ട് അങ്ങോട്ട്. അത് മാത്രം മിലിറ്ററിക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിനിമാ കഥകളൊക്കെ ഉണ്ട്. പക്ഷേ യുദ്ധത്തിന്റെ കെടുതികൾ സത്യത്തിൽ അനുഭവിച്ചിട്ടില്ല. അതേമാതിരി തന്നെ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവപ്പെടാത്ത ഒരു രാജ്യത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. വടക്കേ അമേരിക്ക ഏതാണ്ട് സുരക്ഷിതമാണ്. പല യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഈ രാജ്യം മിക്കവാറും യുദ്ധമുഖത്ത് നിന്നും വളരെ അകലെയാണ്. ഇവിടെയൊന്നും മിസൈലുകൾ, അറ്റം ബോംബും അണുബോംബും ഒക്കെ എത്തുമായിരിക്കാം. മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ എത്താൻ വളരെ പ്രയാസമാണ്. അല്ലെങ്കിൽ എത്തുമ്പോൾ തന്നെ അതിനെ തടുക്കാനുള്ള ഒത്തിരി മിസൈലുകളെല്ലാം ഇവിടെ ഉണ്ട്, സംവിധാനങ്ങളുണ്ട്. ലോകത്തിലെ നമ്പർ 1 രാജ്യമാണ്. മിലിറ്ററി ബേസിലെല്ലാം ഇത് നമ്പർ 1 രാജ്യമാണ്, നമുക്കൊക്കെ അറിയാം. അപ്പോൾ പിന്നീട് നമ്മൾ കേരളത്തിലേക്ക് പണ്ട് കാലത്തൊക്കെ നമ്മളേതാ യുദ്ധം മറ്റേ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, നമ്മൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം ഭരിച്ചിരുന്നു. കുളച്ചൽ യുദ്ധം എന്നുള്ള കേട്ടിരിക്കും. കുളച്ചൽ അന്നത്തെ പഴയ കാലത്ത് കാരണവന്മാർ പറയുന്ന കേട്ടിട്ടുണ്ട്. കുളച്ചൽ യുദ്ധം. അപ്പോൾ വേലുത്തമ്പി ദളവ കൈവെട്ടി, കാൽ വെട്ടി. അന്നത്തെ യുദ്ധം എന്ന് പറയുന്നത് വാളും പരിശയും ഉപയോഗിച്ചുള്ള യുദ്ധമാണ്. അപ്പോൾ തെക്കുംകൂർ, വടക്കുംകൂർ എന്നുള്ള രാജവംശങ്ങൾ തമ്മിൽ യുദ്ധം, അല്ലെങ്കിൽ ആ രാജ്യം പിടിച്ചടക്കുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഇത് അതായത് സാമൂതിരി അല്ലെങ്കിൽ മലബാർ ഭാഗത്ത് ടിപ്പു സുൽത്താൻ അവിടെ വന്നു. ടിപ്പു സുൽത്താൻ മൈസൂർ ആ ഭാഗത്ത് ഒരു മഹാരാജ്യമായിരുന്നു. അവിടെ ശ്രീരംഗപട്ടണ ആസ്ഥാനമായി അദ്ദേഹം ഭരിച്ചിരുന്നു ടിപ്പു സുൽത്താൻ. അപ്പോൾ അദ്ദേഹം കേരളത്തിലേക്ക്, മലബാറിലേക്ക് അന്ന് യുദ്ധത്തിനായിട്ട് വാടും പരിശയും ഒക്കെ ആയിട്ട് വന്നു. അത് അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പഴശ്ശിരാജ ഒക്കെ നേതൃത്വം കൊടുത്ത് ആ യുദ്ധത്തെ തകർത്തു. ടിപ്പു സുൽത്താനെ ഓടിച്ചു. അവിടെയാണ് സുൽത്താൻ ബത്തേരി എന്നൊരു സ്ഥലം നമുക്ക്. ആ സുൽത്താൻ വന്ന പേര് സുൽത്താൻ ബത്തേരി. ഈ അടുത്ത കാലത്ത് സുൽത്താൻ ബത്തേരിയുടെ പേര് പോലും മാറ്റണമെന്നും പറഞ്ഞ് ഒരു പാർട്ടിക്കാരൻ പറയുന്നത് കേട്ടു. ഏതാണെങ്കിലും അത് നടന്നില്ല. എന്തു ആയിക്കോട്ടെ, ഞാനത് സാന്ദർഭികമായിട്ട് സ്പർശിച്ചു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ യുദ്ധങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ആ ശ്രീരംഗപട്ടണത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ശ്രീരംഗപട്ടണ അതിൻ്റെ ആ സ്റ്റേഷനിലൊക്കെ മാണ്ഡ്യ ഭാഗത്തേക്ക് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ അവിടുത്തെ ചരിത്രം എനിക്ക് കണ്ടും കേട്ടു അറിയാം. അതുകൊണ്ട് അത് സ്പർശിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ നടക്കുന്ന അതിഭീകരമായ യുദ്ധം നമുക്കറിയാം. വ്ളാഡിമിർ പുടിൻ, വ്ളാഡിമിർ ലെവൻസ്കി ഏതാണ്ട് 3 കൊല്ലം മുൻപ്, 3-4 കൊല്ലം ആയിന്ന് എനിക്ക് തോന്നുന്നു, ആ യുദ്ധം തുടങ്ങിയിട്ട് അവർ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ആ രാജ്യത്തെ പിടിച്ചടക്കി ഭരിക്കാമെന്ന് റഷ്യ വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല. ആ യുദ്ധം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ അവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന്. പിന്നീട് നമ്മൾ കേട്ടത് ഇസ്രായേൽ ഹമാസ് യുദ്ധം. ആരംഭകാലത്തിൽ പീഡനം അനുഭവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ. ഞാനതിനെ പറ്റി സാധാരണക്കാര് പറ്റി ആകട്ടെ പറയുന്നത്, നേതാക്കളെ പറ്റിയല്ല. അപ്പോൾ അവിടെ ആദ്യം ഇവിടെ ഇസ്രായേൽ ഭാഗത്ത് ഈ ഭാഗത്ത് അവിടെ യുദ്ധം അഴിച്ചുകൊണ്ടു. അതിനുശേഷം
ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന അവര് 1000 പേരെ അല്ലെങ്കിൽ 2000 പേരെ കൊന്നൊടുക്കി അതിന് ബദലായിട്ട് അതിഭീകരമായ ഒരു യുദ്ധം പാലസ്തീൻ ഭാഗത്തേക്ക് അവരഴിച്ചുവിട്ടു. 100,000-ത്തിലധികം പേരെ കുഞ്ഞു കുട്ടികളടക്കം കൊല ചെയ്യപ്പെട്ടു. ഈ അടുത്ത കാലത്ത് നമ്മൾ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടല്ലോ. അവരുടെ പട്ടിണിയാണ്, പരിവട്ടമാണ്. ഭക്ഷണത്തിന് വേണ്ടി ചിരട്ടകൾ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു പാത്രങ്ങളുമായിട്ട് ഭക്ഷണത്തിന് വേണ്ടി UNO കൊടുക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി കൈ നീട്ടുകയാണ്. ആ കൈ നീട്ടുന്ന കുഞ്ഞുങ്ങളുടെ നേരെയാണ് ബോംബുകൾ വീഴുന്നത്. അപ്പോൾ ഇപ്രകാരം ബോംബുകൾ വീഴുന്നതിന് കൈകൊട്ടി ആസ്വദിക്കുന്ന ജനങ്ങളുണ്ട്, രാഷ്ട്രത്തലവന്മാരുണ്ട്. പക്ഷേ ഈ അവിടെ മരിച്ചു വീഴുന്ന ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് രാഷ്ട്രീയം, എന്ത് മതം അവർക്ക്? നമ്മളൊന്ന് സങ്കല്പിക്കുക, നമ്മൾ എല്ലാവരും ആ ഭാഗത്താണ് ജനിച്ചത് എന്നൊന്ന് വിചാരിക്കുക. നമ്മൾക്ക് രാഷ്ട്രീയം മാറ്റിവെക്കുക, മതം മാറ്റിവെക്കുക. നമ്മൾ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവൻ ക്രിസ്ത്യൻ ഭവനത്തിൽ ജനിച്ചതുകൊണ്ട് അവൻ ക്രിസ്ത്യാനി, ഹിന്ദു ഭവനത്തിൽ ജനിച്ചതുകൊണ്ട് അവൻ ഹിന്ദു ആകുന്നു, മുസ്ലിം അതിൽ ജനിച്ചുകൊണ്ട് മുസ്ലിം ആകുന്നു. ചിലർ മാത്രം മത പരിവർത്തനം ചെയ്യപ്പെടുന്നു. പക്ഷേ ഒരു സാധാരണക്കാരൻ, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അവരെന്ത് പിഴച്ചു ഈ രാഷ്ട്രീയം? അവിടെ ആരുമായിക്കോട്ടെ അവരെന്ത് പിഴച്ചു? ഇപ്പോൾ വേറെ അതിനുശേഷം നമ്മുടെ ഭാരതത്തിൽ നമ്മളെ സ്വല്പോടെ കൺസേൺ ആയിരിക്കാം ഒരു പക്ഷേ പുൽമായ ഭീകരാക്രമണം നടന്നു. അപ്പോൾ അവിടെ അതിനുശേഷം ഞാനും അതിനുശേഷം കുറേ പേരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആക്രമണം തൊടുത്തുവിട്ടത്. അപ്പോൾ ഇന്ത്യയിൽ എന്തുണ്ടായാലും പാകിസ്ഥാനെ ബ്ലെയിം ചെയ്യും. അതേമാതിരി പാകിസ്ഥാൻ എന്തുണ്ടായാലും അവർ ഇന്ത്യയെ ബ്ലെയിം അത് രാഷ്ട്രീയ പ്രേരിതമാക്കുവാനും ഇലക്ഷന് ജയിക്കുവാനും എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം രാഷ്ട്രീയം. പക്ഷേ സാധാരണക്കാരെ എന്ത് പിഴച്ചു? ഈ പുൽമായ ഭീകരാക്രമണത്തിന് ഞാൻ സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ, അത് പാകിസ്ഥാനാണെന്ന് കാര്യമായ തെളിവുണ്ടോ? നമുക്ക് ചോദിക്കാൻ പാടില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലാക്ക് ലിസ്റ്റഡ്, റെഡ് ലിസ്റ്റഡ് ആയിക്കഴിഞ്ഞു. അതെന്ത് ആയിക്കോട്ടെ, ഞാനത് സ്ലിപ്പ് പറയുന്നില്ലേ. നമുക്ക് ഈ ലോകത്ത് ജീവിക്കണം, സ്വതന്ത്രമായ അഭിപ്രായം മാത്രം പറഞ്ഞാൽ പോരാ എപ്പോഴും. അപ്പോൾ അതേമാതിരി ആണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാനൊരു ലോകത്ത് ഒരു ഇന്ത്യനായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ഒരു അമേരിക്കനായിട്ടല്ല, അല്ലെങ്കിൽ ആരുമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യൻ, ദൈവം ഉണ്ടെങ്കിൽ ദൈവം സൃഷ്ടിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ എന്നുള്ള നിലയിലാണ് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തെ തൊടുത്തുവിടുമ്പോൾ ഈ രാഷ്ട്ര നേതാക്കന്മാരെ ഒരുപക്ഷെ യുദ്ധത്തെ അനുകൂലിക്കുന്നവർ വെറും 1% കാണുകയുള്ളൂ. ബാക്കിയെല്ലാം യുദ്ധം വേണ്ട എന്ന് പറയുന്നവരായിരിക്കാം. യുദ്ധത്തിൻ്റെ മറ്റൊരു കെടുതി, എല്ലാ രാജ്യത്തും ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മുടെ ഈ രാജ്യത്തിൻ്റെ മൊത്തം ടാക്സ് പേഴ്സ് മണി യുദ്ധ ഉപകരണങ്ങളും വാങ്ങിക്കാൻ, അല്ലെങ്കിൽ മിലിറ്ററിയെ ലോകമെങ്ങും വിന്യസിക്കാൻ ആണ്. അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ നമ്മൾ ഈ പറയുന്ന യുദ്ധത്തിന് വേണ്ടിയാണ് നമ്മുടെ ബഡ്ജറ്റ് മണി കൂടുതലായിട്ട് നീക്കി വയ്ക്കുന്നത്. നമ്മളൊന്ന് സങ്കല്പിക്കുക, യുദ്ധമില്ലാതിരുന്നെങ്കിൽ, എല്ലാവരും ഏകോദര സഹോദരങ്ങളായി ജീവിച്ചിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നു. പക്ഷേ ഞാൻ ഈ നൂറ്റാണ്ട് മാത്രമല്ല, നമ്മൾ പഴയ നമുക്ക് ഭാരതത്തിൽ പ്രത്യേകം എന്താണ് രാമായണത്തിൽ യുദ്ധത്തെ പറ്റി പറയുന്നുണ്ട്. രാമായണത്തിലും യുദ്ധമാണ് അത് കഥ, അതേമാതിരി മഹാഭാരതത്തിലും യുദ്ധമാണ് കഥ. അപ്പോൾ അവിടെയെല്ലാം യുദ്ധത്തിൻ്റെ കഥകൾ ആരംഭം മുതലുണ്ട്. ലോകാരംഭം മനുഷ്യനാണ് യുദ്ധം ഉണ്ടാകുന്നത് ചിലർ പറയുന്നത്. ഇവിടെ ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ലോകപ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനവും. അത് റഷ്യക്കാരൻ എഴുതിയതാണ്, ഒരു മഹാകവി. വാർ ആൻഡ് പീസ്, അദ്ദേഹം അതിനെപ്പറ്റി യുദ്ധത്തെ പറ്റിയൊക്കെ വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനം അദ്ദേഹത്തിൽ അതിപ്പോഴും അത് വളരെ ഉന്നതമായ ഒരു ഗ്രന്ഥമായിട്ട് പരിഗണിക്കപ്പെടുന്നു. ലോകത്തിലെ ഞാൻ ഇന്നലെ ഇവിടെ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ
ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് ഈ പറയുന്ന വായിക്കപ്പെടുന്ന ഒരു പുസ്തകമായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നീട് മൂന്നാമത്തെ സ്ഥാനം മാവോസ് എന്തോ പുസ്തകത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ദാസ് ക്യാപിറ്റൽ വാട്ടെവർ. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് തപ്പിയെടുത്തതൊക്കെ പറയുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, തെറ്റുകൾ പറഞ്ഞേക്കാം. അപ്പോൾ യുദ്ധം ഇപ്പോഴും ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങളുണ്ട്. ഈ മാധ്യമങ്ങൾ ഇപ്പോൾ നമ്മുടെ മോട്ടി സാർ ഇരിക്കുന്നു. മോട്ടി ഒരു മാധ്യമത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കൈരളി ചാനൽ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയില്ല പല യുദ്ധങ്ങളെ പറ്റി. അതേമാതിരി ധാരാളം മാധ്യമങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ടും മോട്ടി നമ്മുടെ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്നതുകൊണ്ടും ഒക്കെ ഞാൻ മോട്ടിയെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇപ്പോൾ കേരളത്തിൽ ഒത്തിരി ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സെന്നി ഉമ്മൻ സാർ എടുക്കുക, അദ്ദേഹത്തിന് ചാനലുണ്ട്. ഇപ്പോൾ ആധുനിക കാലത്ത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനൽ സെന്നി ഉമ്മൻ്റെ ചാനലുകളും ലോകത്തെമ്പാടും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് നമുക്കറിയില്ല. ചില ചാനലുകാർക്ക് ഒരു നിലപാടുണ്ട്, ചില ചാനലുകാർക്ക് ഒരു നിലപാടുമില്ല, സ്വതന്ത്ര നിലപാട് മാത്രം. പക്ഷേ നിലപാടുണ്ടെങ്കിൽ പോലും ആ നിലപാട് വ്യക്തമാക്കാൻ, ആ നിലപാടിനെ പറ്റി ഉറക്കെ സംസാരിക്കാൻ, ശബ്ദിക്കാൻ ഇന്ന് ശക്തിയുള്ള മാധ്യമ പ്രവർത്തകർ ദുർലഭമാണ്. നമുക്കിവിടെ കേരള റൈറ്റേഴ്സ് ഫോറമുണ്ട്, അങ്ങനെ പല ഫോറങ്ങളുമുണ്ട്. ഇവിടെ ഇരുന്ന സാംസ്കാരിക നായകന്മാർ അവരും വായില് ചുരുട്ടി ഇരിക്കുകയാണ്. ചിലര് പറയുന്നു അവർ സാംസ്കാരിക നായകന്മാരല്ല, അവരെല്ലാം പേടിത്തൊണ്ടന്മാരായി സാംസ്കാരിക നായികളായിട്ട് മാറിയിരിക്കുകയാണ്. ഒക്കെ രാജ്യത്തിൻ്റെ ഓരോ പ്രസിഡന്റുമാരെ അല്ലെങ്കിൽ യുദ്ധഭീകർ ഈ തൊടുത്തു വിടുന്ന അവരുടെ താളത്തിനൊത്ത് അവരുടെ ട്യൂണിനൊപ്പിച്ച് നൃത്തം ചെയ്യുന്ന, ഡാൻസ് ചെയ്യുന്ന സാംസ്കാരിക നായികളായിട്ട് സാംസ്കാരിക നായകന്മാർ മാറിയിരിക്കുകയാണെന്ന് ഒരു പ്രബന്ധ എഴുത്തുകാരൻ, ഞാനല്ല കേട്ടോ പറഞ്ഞത്, ഞാൻ ഓർക്കുന്ന ഈ അവസരത്തിൽ. കാരണം ഇത് പറഞ്ഞ അദ്ദേഹം ജയിലിനുള്ളിലായി, പേര് ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച്, അദ്ദേഹം ജയിലിനുള്ളിലായി. അപ്പോൾ അത് ഇപ്പം അമേരിക്കയിലായിട്ട് എവിടെ ആയിക്കോട്ടെ മാധ്യമ സ്വാതന്ത്ര്യം, യുദ്ധം വരുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് ശങ്കലകൾ വീഴുകയാണ്. അവൻ എഴുത്തുകാരൻ്റെ കൈകൾ കെട്ടപ്പെടുകയാണ്. അവൻ്റെ തൂലികകളിൽ നിന്ന് പിന്നെ മഷി ഒഴുകുകയില്ല. അവൻ്റെ തൂലിക ഉറയിൽ നമ്മൾ പറയാറുണ്ട്, തൂലിക എന്ന് പറഞ്ഞാൽ വാളിനേക്കാൾ ഖഡ്ഗത്തേക്കാൾ ശക്തിമത്താണ്. പക്ഷേ ഇപ്പം തൂലിക ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എഴുത്തുകാരുടെ തൂലിക ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുദ്ധമേഖലയിൽ നിന്ന്, അതായത് യുദ്ധത്തിൽ വിന്നിങ് പാർട്ടിക്ക് അനുകൂലമായിട്ട് എഴുതിയാൽ അവൻ്റെ തൂലിക, അവന് അവാർഡുകൾ, അവന് പൊന്നാടകൾ ധാരാളമായിട്ട് കിട്ടും. അവൻ വലിയ സാഹിത്യകാരനാണ്, വലിയ എഴുത്തുകാരനാണ്, അവന് പൊന്നാടകൾ അവൻ്റെ തോളിൽ വന്നു വീഴും. സാഹിത്യ അക്കാദമി അവാർഡുകൾ, രാഷ്ട്രത്തിൻ്റെ ഓരോരോ പേരുകൾ വിട്ട് അവൻ്റെ പൊന്നാടകളിൽ ചാർത്തി ശ്വാസം മുട്ടിക്കും. അതേ അവസരത്തിൽ യുദ്ധത്തിനെതിരായിട്ട്, അനീതിക്കെതിരായിട്ട്, അക്രമത്തിനെതിരായിട്ട് ശബ്ദിക്കുന്നവൻ അവൻ നിശബ്ദനാക്കപ്പെടും. അവൻ വെറും ഊളൻ പീറയായിട്ട് അവനെ മൂലയ്ക്ക് തള്ളും. അതാണ് ഇപ്പോഴത്തെ ലോകം. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഒത്തിരി ഈ വിഷയത്തെപ്പറ്റി എനിക്ക് സംസാരിക്കാനുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം ഇദ്ദേഹം നമ്മുടെ ജോൺ മാത്യു സാറ് പറഞ്ഞല്ലോ ചോദ്യങ്ങൾ, അത് എപ്പോഴൊന്നും എനിക്കറിയില്ല, എനിക്ക് സർപ്രൈസായി. എന്തും ആയിക്കോട്ടെ, ഐ ആം റെഡി. ചോദ്യങ്ങളും ഉത്തരങ്ങൾ ശരിയായിരിക്കണമെന്നില്ല, ഉത്തരങ്ങളിലും തെറ്റുപറ്റാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സാധാരണക്കാരനാണ്. എന്താ യുദ്ധങ്ങൾ, ആയുധമെടുത്ത് രക്തച്ചൊരിച്ചിൽ ഉള്ള യുദ്ധങ്ങളെ ഞാൻ അങ്ങേയറ്റം അപലപിക്കുന്നു. എത്ര വൻപനായാലും കൊമ്പനാണെങ്കിലും ശരി, ഈ യുദ്ധങ്ങൾക്ക് ഇടുന്നവരെ തീർച്ചയായിട്ടും എനിക്ക് അപലപിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. സമാധാനമാണ് നമ്മൾ വീക്ഷിക്കുന്നത്. നമുക്ക് എന്ത് പ്രശ്നമുണ്ടായാലും പറയുക, സംസാരിക്കുക, തീർക്കുക. മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ നിന്ന് വന്നവരാണ് നമ്മൾ. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ മഹാത്മാഗാന്ധി പറഞ്ഞു, നമുക്കൊരു
ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് വേണ്ട, നമുക്കൊരു സൈന്യം പ്രത്യേകം വേണ്ട എന്ന്. കാരണം മഹാത്മാഗാന്ധി ആയുധമെടുക്കാതെ സമരം ബ്രിട്ടീഷുകാരോട്, സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമായ ബ്രിട്ടീഷുകാരോട് സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയ മഹാത്മജിയാണ്. അപ്പോൾ മഹാത്മജി പറഞ്ഞു. അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിനോട് ഏതാണ്ട് സമ്മതിച്ചു. വലിയ ഡിഫൻസ് ഒന്നുമില്ലായിരുന്നു. നമ്മുടെ കയ്യിൽ ആകപ്പാടെ ചുമ്മാ ഈ മൃഗങ്ങളെ വെടിവെക്കുന്ന കൊച്ചു കൊച്ചു തോക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അത് മുതലാക്കിക്കൊണ്ട് ചൈനയിലെ ചവലായി ആ അവസരത്തിൽ 1962 വർഷമൊക്കെ തെറ്റിയത് 62 തോന്നുന്നു ലഡാക്കിലേക്ക്, ശരിയാണ്, ഓക്കെ, ലഡാക്കിലേക്ക് വന്നു യുദ്ധം ചെയ്തു. നമ്മളെല്ലാം തോറ്റുപോയി. ജവഹർലാൽ നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയും ജനങ്ങൾ കുറ്റം പറഞ്ഞു. അപ്പോൾ അന്ന് മുതലാണ് ഇന്ത്യയിൽ ശരിയായിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം വന്നത്. മഹാത്മാഗാന്ധി ചിന്തിച്ച മാതിരി നടന്നില്ല. പക്ഷേ എന്ന് വെച്ച് മഹാത്മാഗാന്ധിയുടെ മരണത്തോടു കൂടി അത് അസ്തമിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അത് ലോകത്തെ എല്ലാവരും, രാഷ്ട്രത്തലവന്മാരും എല്ലാവരും അത് പിടിക്കേണ്ടതാണെന്ന് ആണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നീട് യുദ്ധങ്ങൾ തന്നെ തൊടുത്തുവിടുന്നവർ ചില അവസരത്തിൽ യുദ്ധങ്ങൾക്ക് കൂടുതൽ എണ്ണയൊഴിച്ചു കൊടുക്കുന്നവർ, ഗ്യാസ് കൊടുക്കുന്നവർ തന്നെ ചില അവസരത്തിൽ പറയും എനിക്ക് സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് വേണം. അവരാണ് യുദ്ധം ഉണ്ടാക്കുന്നത്. യുദ്ധത്തിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ആ വെടി നിർത്തൽ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ആ വെടി നിർത്തിയത്, അല്ലെങ്കിൽ എനിക്ക് സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് എവിടെയുണ്ട്, എങ്ങനെയുണ്ട്? ഇതിനെപ്പറ്റി വിമർശിക്കാൻ പറ്റൂ എഴുത്തുകാർക്ക്, ചിന്തകർക്ക്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എഴുത്തുകാർക്ക് ശക്തമായിട്ട് നിങ്ങളുടെ തൂലിക ചലിപ്പിക്കാൻ പറ്റൂ? ഭയപ്പാടാണ്, എനിക്കറിയാം. എന്ത് ചെയ്യും? നമുക്ക് ജീവിച്ചു പോകണം. നമ്മൾ പലരും നമ്മൾ എല്ലാവരും നമുക്ക് ഉണ്ടയില്ലാത്ത കുറേ വെടികൾ വെക്കാം എന്ന് മാത്രം. പലരും ഇവിടെ വന്നിരിക്കുന്ന പലരും 70 കഴിഞ്ഞവരാണ്. അപ്പോൾ ഇനി ഏതാണ്ട് നാളുകളിൽ മാത്രം നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വലിയ പ്രതിഭാസത്തിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ, തൂലിക ചലിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഏതാണെങ്കിലും ഞാൻ അവിടെ സിമിത്തേരി മേടിച്ചിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്നെ ദഹിപ്പിക്കാനായിട്ട്. ഇനിയിപ്പോൾ ജയിലിൽ കിടന്ന് എനിക്ക് മരിക്കാൻ, രാഷ്ട്രീയ തടവുകാരനായിട്ട് മരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ എഴുതുന്നില്ല. പിന്നെ വെസ്റ്റീമർ അല്ലെങ്കിൽ അവിടെ സിമിത്തേരി കൊണ്ട് അടക്കണം. അതുകൊണ്ട് എനിക്ക് ഏതവസരത്തിൽ നമ്മൾ പോകാം, ഞാനടക്കം ഇപ്പോഴും പോകാം. എൻ്റെ റീഡിങ് ഇപ്പോൾ കാണല്ലോ 300ഓളമായി എൻ്റെ റീഡിങ്, ഷുഗർ റീഡിങ്. അപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളാരും, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ ചെയ്യാൻ ധൈര്യമുള്ളത് യുദ്ധത്തിനെതിരായിട്ട് ഒരു നിലപാടെടുക്കാൻ, മാനസികമായിട്ടെങ്കിലും ഒരു നിലപാടെടുക്കാൻ. ആദ്യത്തെ മലയാളിയെ കണ്ട മാതിരി യുദ്ധം കാണുമ്പോൾ രസിക്കുകയല്ല, ഒരു ഫുട്ബോൾ മാച്ച് കാണുന്ന മാതിരി അവൻ ചിക്കനും കഴിച്ചു പറിച്ച് തിന്നുകൊണ്ട് ആർത്തിച്ചിരിക്കുകയാണ്. ഒന്നോടെ അവൻ്റെ തലയിലേക്ക് പോകുമ്പോൾ അവിടെ കിടന്ന് മനുഷ്യൻ പിടയ്ക്കുകയാണ്. കുഞ്ഞു കുട്ടികൾ ആഹാരത്തിന് വേണ്ടി തെണ്ടുകയാണ്. ആ അവസരത്തിലാണ് ഇത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ജോൺ ബാബു സാർ ടൈം നോക്കി. താങ്ക് യു വെരി മച്ച്. വളരെ ശ്രദ്ധയോടുകൂടി എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. താങ്ക് യു. താങ്ക് യു മിസ്റ്റർ എ സി ജോർജ്. അദ്ദേഹം സമഗ്രമായിട്ട് യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയും നമുക്ക് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങളില്ലെങ്കിൽ ഇതിനെപ്പറ്റി ചെറിയ അഭിപ്രായങ്ങൾ പറയാം. വളരെ ഷോർട്ടായിരിക്കണം. നമുക്കിത് ഒരു 15 മിനിറ്റ് ആണ് ഈ ചർച്ചയ്ക്കുള്ളത്. അത് കഴിഞ്ഞ് ബുക്ക് റിലീസിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് 2 കവിതകളിലൂടെ വായിക്കാം. നമുക്ക് കൃത്യം 1:30 ആകുമ്പോൾ, അതാണ് നമ്മുടെ രീതി. അതാണ് കൃത്യം 1:30 ആകുമ്പോൾ നമുക്ക് ഈ പരിപാടി നിർത്തണം. പിന്നെ അത് കഴിഞ്ഞ് ലഞ്ച് അവരെന്താ ഓർഡർ ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് 2 മണിക്ക് നമ്മൾ സ്ഥലം ഒഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുക. ഒന്നെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുക, അല്ലെങ്കിൽ മോഡറേറ്ററായിട്ടുള്ള എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. പക്ഷേ 15-20 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ ചോദ്യോത്തര പരിപാടി ഡിസ്കഷൻ അവസാനിപ്പിക്കാം. എനിക്ക് ശബ്ദമില്ല, പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ജോർജിയേട്ടൻ ചിത്രത്തെ അപലപിക്കുന്നു, ഞാനും അപലപിക്കുന്നതാണ്. പക്ഷെ ഇന്നത്തെ ലോകം
നമുക്ക് ഡിഫെൻഡ് ചെയ്യാതെ ഒരു പൊക്കെ നോക്കി ജാതി നോക്കി അറ്റാക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ഭയത്തിരുന്നാൽ എൻ്റെയും ജോർജിയത്തിൻ്റെ നിന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അത് ഇന്നത്തെ ഒരു ലോകം അതുപോലെയാണ്. അപ്പം നമ്മൾ അവരെ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ, അവരെ തളഞ്ഞില്ലെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ അവർ സാധ്യതയുണ്ട്. പഴയ കാലത്ത് എപ്പോഴെടുത്താലും മറ്റ് രാജാക്കന്മാർ അവരെല്ലാം ഇങ്ങനെയാണ് ഇന്ത്യ വെച്ചപ്പെടുത്തി. അവരെ ഒരു ജാതി മാത്രം നോക്കി അവർ മാത്രം സർവൈവ് ചെയ്യാവുന്ന, മറ്റുള്ളവരെല്ലാം കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് കരുതുന്ന ഒരു ഗ്രൂപ്പിനെ അവരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ, ഒരു ബോർഡറിൽ നിർത്തിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എത്തിച്ചില്ലാതാവും. അതുകൊണ്ട് ഞാൻ ജോർജിയത്തോട് അനുകൂലിക്കുന്നതിനോടൊപ്പം ഇങ്ങനെ ഒരു വശവുമുണ്ട്. അതുകൊണ്ട് ഒരു പരിധി വരെ ഇന്നിപ്പോൾ ഇന്ത്യക്ക് ശക്തിയില്ലെങ്കിൽ പാകിസ്ഥാൻ നമ്മളെ നമ്മളെ അറ്റാക്ക് ചെയ്യും, നമ്മളെല്ലാം കൺവേർട്ട് ചെയ്യും. അപ്പം നമ്മളെ വിശ്വാസങ്ങൾക്കോ നമ്മളെ മാനസിക പരിഗണനയ്ക്കൊന്നും അവിടെ വെളിവുണ്ടാവും. അതുകൊണ്ട് ഒരു പരിധി വരെ ഞാൻ എന്നെ ഡിഫെൻഡ് ചെയ്യാൻ ഞാൻ ശക്തനല്ലെങ്കിൽ എന്നെ അറ്റാക്ക് ചെയ്യാൻ പലരും തയ്യാറാവും എന്ന് മാത്രം എനിക്കൊരു അഭിപ്രായം. എൻ്റെ ശബ്ദം വളരെ വേണ്ടപ്പെട്ട ഒരു അഭിപ്രായമാണ്. കല്ലെടുത്തെറിയാനുള്ള കഴിവ് മനുഷ്യനുണ്ടായില്ലേ? നല്ല മൃഗങ്ങളെ കീഴ്പ്പെടുത്തുക. അപ്പം കല്ലെടുത്തെറിയുക, പിന്നെ ഒരു പടി വെട്ടുക. ഇപ്പം ഈ കഴിവുണ്ടായപ്പോൾ നമുക്ക് യുദ്ധമുണ്ട്. നമ്മളെല്ലാം യുദ്ധത്തിൽ നിന്നും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലാഭം ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇത്രയും മാത്രമാണ് എൻ്റെ ഒരു മോഡറേറ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായം, നമുക്ക് വ്യക്തിപരമായ അഭിപ്രായം. യുദ്ധത്തിൽ നിന്ന് ലാഭം നേടാത്തവരാഗ്രഹില്ല. ഇനിയും ശ്രീ എ സി ജോർജ് വളരെ ചുരുക്കമായിട്ട് ഓക്കെ. ഞാൻ ഏതാണ്ട് 15 മുതൽ 20 മിനിറ്റ് ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞു. എല്ലാവരും കേട്ടിരിക്കും, എക്സെപ്റ്റ് നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാവ് ഇപ്പോഴാണ് വന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അദ്ദേഹം കേട്ടില്ല. തോമസ് വലിയാകുന്നത് എനിക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല എല്ലാം. അപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരുടെയും അഭിപ്രായത്തെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ അഭിപ്രായങ്ങളെയും മാനിക്കേണ്ടതുണ്ട്. എല്ലാ അഭിപ്രായങ്ങളും വളരെയധികം വിലപ്പെട്ടതാണ്. ഞാൻ എല്ലാത്തിനെയും കൂപ്പുകൈകളോടെ മാനിക്കും. അപ്പോൾ വെട്ടാൻ പോകുന്ന പോത്ത്, ഇതേമായി എന്നോട് ചോദിച്ചത് വെട്ടാൻ പോകുന്ന പോത്ത് ഏതാണെങ്കിലും സത്യത്തിൽ ഒരു പോത്തിനെയും വെട്ടാൻ നമ്മൾ സമ്മതിക്കരുത്. അതായത് ആ പോത്തിനെ വെട്ടാൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവസരം പാർത്തിരിക്കണം. ആ പോട്ട് വെട്ടുന്നതാണോ, എന്നാൽ കുറച്ച് അകന്ന് നിന്നേക്കാം. ഓക്കെ, അതുകൊണ്ട് അകന്ന് നിൽക്കുക, പറ്റുന്നത്ര അകന്ന് നിൽക്കുക. എന്തിനാ വെട്ടാൻ അനുവദിക്കാതിരിക്കുക? ഓക്കെ, എന്തിനാ നമ്മള് ഒരു സിംഹത്തിന്റെ വായിലേക്ക് എടുത്തിയായിരുന്നു സത്യത്തില്, അല്ലെങ്കിൽ ഒരു പോത്തിന്റെ മുമ്പിലേക്ക് എടുത്തിയായിരുന്നു നമ്മൾ അകന്ന് നിൽക്കുക, പറ്റുന്ന അത്ര. ഓക്കെ, അങ്ങേയറ്റം സംയമനം പാലിച്ചിട്ടും പറ്റാത്ത പക്ഷം മാത്രം നമ്മൾ ആ പോത്തിന്റെ കൊമ്പിൽ പിടിച്ച് ഒടിക്കുക, പോത്തിന് തള്ളുക, ആയുധം എടുക്കുക. അന്നേരം മാത്രം സെൽഫ് ഡിഫെൻസിന് മാത്രം, അതാണ് നമ്മൾ സെൽഫ് ഡിഫെൻസിന് മാത്രം ഓരോരുത്തർ ആയുധങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ലോകത്തുണ്ടാവില്ല. ലോകത്ത് ശാന്തിയും സമാധാനവും കളിയാടും. അതാണ് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഇവിടെ സാറ്, നമ്മുടെ സുരേന്ദ്രൻ സാറ് പറഞ്ഞു, ഇതുമാതിരിയുള്ള സാഹിത്യ സാംസ്കാരിക സംഘടനകളിലെല്ലാം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. പിന്നെ ഏത് വിഷയം
നമ്മൾ സാഹിത്യ സാംസ്കാരിക സംഘടനകളിൽ ഇത്തരം വിഷയങ്ങൾ ഭൂമിക്ക് ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള ഏത് വിഷയവും ഒരു എഴുത്തുകാരൻ്റെ വിഷയത്തിൽ ചർച്ച ചെയ്യണം എന്ന ഒരൊറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഈ പുസ്തകങ്ങൾ നമ്മൾ എഴുതുന്നുണ്ടല്ലോ, ആ പുസ്തകങ്ങൾ ഒരു എഴുത്തുകാരൻ ഇന്ന വിഷയത്തെ പറ്റിയേ എഴുതാവൂ എന്ന് യാതൊന്നുമില്ല. നമ്മുടെ ചുറ്റും കാണുന്ന ഹൃദയഭേദകമായ കാര്യങ്ങൾ, ഹൃദയദ്രവീകരണമായ കാര്യങ്ങൾ, ജീവിതവുമായിട്ട് പച്ചയായ ജീവിതവുമായിട്ട് ബന്ധമുള്ള ഏത് വിഷയത്തിന് വേണ്ടിയും ഒരു എഴുത്തുകാരൻ, സാംസ്കാരിക നായകർ അവരുടെ തൂലിനെ ചലിപ്പിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അല്ലെങ്കിൽ പിന്നെ എഴുത്തുകാരൻ എന്തിനെ പറ്റിയാ? മനുഷ്യൻ യൂസ്ഫുൾ, പ്രയോജനകരമായിരിക്കണം. അല്ലെങ്കിൽ ചുമ്മാ ചവറായ മനുഷ്യൻ ജീവിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, എല്ലാവർക്കും ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. നിങ്ങളുടെ എല്ലാ അഭിപ്രായത്തോടും ഞാൻ വീണ്ടും യോജിക്കുന്നു. ഒരു അഭിപ്രായം. താങ്ക് യു വെരി മച്ച്.